അൻസിൽ എന്ന് പറയുന്ന വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ മരണപ്പെടുകയുണ്ടായി. ആ പൊന്നുമോന്റെ മരണം നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ആ പൊന്നുമോന്റെ മരണമെന്ന് പറയുന്നത്. മരണപ്പെടുന്ന അവസാന സമയത്ത് തൻ്റെ ഉമ്മയോട് ഞാൻ പോകുന്നുവെന്ന് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോൻ മരണപ്പെടുകയാണ്. അവസാന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ആ പൊന്നുമോൻ മരണപ്പെടുകയാണ്. അതും എവിടെ വെച്ചാണെന്നല്ലേ? അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന മദീന പള്ളിയിൽ വെച്ച്. ആരും ആഗ്രഹിക്കുന്ന ഒരു മരണം. പുണ്യഭൂമി കണ്ണിറയെ കണ്ടുകൊണ്ടാണ് മുഹമ്മദ് അൻസിൽ എന്ന് പറയുന്ന ആ പൊന്നുമോൻ യാത്രയായത്. തൻ്റെ ആഗ്രഹം പോലെ മക്കയിലെത്തി ഉംറയൊക്കെ ചെയ്ത ശേഷം മദീനയിൽ വെച്ച് കുന്നമംഗലം നിവാസിയായ വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോൻ മടക്കമില്ലാത്തൊരു ലോകത്തേക്ക് യാത്രയായത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഭിന്നശേഷിക്കാരനായ ഈ പൊന്നുമോൻ തൻ്റെ വല്യുപ്പയുടെയും വല്യമ്മയുടെയും കൂടെ പരിശുദ്ധ ഹറമിലേക്ക് ഉംറ ചെയ്യാനെത്തിയത്. വീൽ ചെയറിലായിരുന്നു ആ പൊന്നുമോൻ എത്തിയത്. ഉമ്മയില്ലായിരുന്നു, ഉമ്മ നാട്ടിലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട വല്യപ്പയുടെയും വല്യമ്മയുടെയും കൂടെ സന്തോഷമായി നല്ല ഉംറയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഈ പൊന്നുമോൻ നേരെ പോകുന്നത് മദീന പള്ളിയിലേക്കാണ്. അവിടെ വെച്ചുകൊണ്ടാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടു പോകുന്നത്. അവസാനമായി മരണപ്പെടുന്നതിന് മുമ്പ് അവസാനമായി ആ പൊന്നുമോൻ തിരക്കിയത് തൻ്റെ ഉമ്മയെക്കുറിച്ചായിരുന്നു. എന്നിട്ട് ആ പൊന്നുമോൻ തൻ്റെ പ്രിയപ്പെട്ട വല്യപ്പയുടെയും വല്യമ്മയുടെയും അടുത്ത് പറയുകയാണ്, ഞാൻ പോവുകയാണ്, അതെൻ്റെ ഉമ്മയോട് പറയണമേ എന്നായിരുന്നു. മരണത്തെയെല്ലാം മുൻകൂട്ടി കണ്ടതുപോലെ, എല്ലാം അള്ളാഹു നിശ്ചയിച്ചു വെച്ച ഒരു തീരുമാനം പോലെ. നമുക്ക് അവസാനമായി തൻ്റെ പൊന്നുമ്മയെക്കുറിച്ച് ആ മകൻ തിരക്കുമ്പോൾ, ഞാൻ പോകുന്നുവെന്ന് ആ ഉമ്മയോട് പറയുമ്പോൾ ആ മകൻ തൻ്റെ ഉമ്മയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്നുള്ളത്, എത്രത്തോളം ആ ഉമ്മയെ അവൻ നെഞ്ചിലേറ്റി സ്നേഹിച്ചിരുന്നുവെന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അൻസലിൻ്റെ അവസാനത്തെ ആ ഒരു അന്ത്യനിമിഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു കുറിപ്പ് ആരെയും കണ്ണീരണിയിപ്പിക്കുകയാണ്. മദീന KMCC വെൽഫെയർ വിങ്ങാണ് ആ ഒരു കുറിപ്പ്, ആ പൊന്നുമോൻ്റെ അവസാനത്തെ നിമിഷത്തെക്കുറിച്ചുള്ള ആ ഒരു കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മരണപ്പെട്ടു പോയ അൻസൽ എന്ന് പറയുന്ന പൊന്നുമോൻ്റെ സഹോദരനും ഇതിനു മുമ്പ് രോഗം വന്ന് മരണപ്പെട്ടിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയാണ്. നമുക്കറിയാം, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഉമ്മയുടെ വേദന അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ ഉമ്മയും കാത്ത് ആ 2 മക്കൾ സ്വർഗത്തിലിരിപ്പുണ്ടാവും.